ഡൽഹി ചെങ്കോട്ടയ്ക്ക് സമീപമുണ്ടായത് ഭീകരാക്രമണം എന്ന് സ്ഥിരീകരിച്ച് കേന്ദ്ര സർക്കാർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കേന്ദ്ര മന്ത്രിസഭാ യോഗം സംഭവത്തെ അപലപിച്ച് പ്രമേയം പാസാക്കി. ഭീകരവാദത്തെ വെച്ചുപൊറുപ്പിക്കില്ലെന്നും പ്രമേയത്തിൽ പറയുന്നു. സുരക്ഷാ കാര്യങ്ങൾക്കുള്ള കേന്ദ്ര മന്ത്രിസഭാ സമിതി അന്വേഷണ പുരോഗതി വിലയിരുത്തി. The cabinet expressed its profound grief over the loss of lives in the terrorist incident involving a car explosion near the Red Fort in Delhi on the evening of 10th November 2025. The cabinet observed 2 minutes silence in honor of the innocent lives lost. ചെങ്കോട്ടയ്ക്ക് സമീപം സ്ഫോടനമുണ്ടായി 3-ാം ദിവസമാണ് ഭീകരാക്രമണമെന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നത്. കാർ സ്ഫോടനം ഭീകരവാദ സംഭവം എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കേന്ദ്ര മന്ത്രിസഭായോഗം പാസാക്കിയ പ്രമേയത്തിൽ പരാമർശിക്കുന്നത്. സ്ഫോടനത്തിനു പിന്നിൽ രാജ്യവിരുദ്ധ ശക്തികളാണെന്നും പിന്നിൽ പ്രവർത്തിച്ചവരെയും സ്പോൺസർമാരെയും എത്രയും വേഗം കണ്ടെത്തി നിയമത്തിനു മുന്നിൽ കൊണ്ടുവരുമെന്നും പ്രമേയത്തിൽ പറയുന്നു. അന്വേഷണം ഉന്നതതലത്തിൽ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടെന്നും കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. മന്ത്രിസഭായോഗത്തിന് പിന്നാലെ ചേർന്ന സുരക്ഷാ കാര്യങ്ങളുടെ സമിതി അന്വേഷണ പുരോഗതി വിലയിരുത്തി. പ്രാഥമിക അന്വേഷണത്തിനു ശേഷം ഏജൻസികൾ സമർപ്പിച്ച റിപ്പോർട്ട് ആഭ്യന്തരമന്ത്രി അമിത്ഷാ യോഗത്തിനു മുന്നിൽ വെച്ചു. പ്രാഥമിക ഫോറൻസിക് റിപ്പോർട്ട് വന്ന ശേഷം ഉന്നതതല സമിതി വീണ്ടും യോഗം ചേരും. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.